ദ സീക്രട്ട് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ്? അതുപോലെ തന്നെ ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ എന്താകും എന്ന് കൂടി നമുക്ക് നോക്കാം. പലതവണയും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണിതെന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി തവണ സെപ്പറേറ്റഡ് ആയ സമയത്തെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലും ഒന്നിച്ച് ചേരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ, സർപ്രൈസ്ഡ് ആയിട്ട് തന്നെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും റിയൂണിയനിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. മേ ബി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം. പക്ഷെ ആ ഒരു സോൾ കോൺട്രാക്ട് തന്നെയാണ് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും എന്തൊക്കെ വേദന ഈ വ്യക്തി തന്നിരുന്നാലും അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റിയൂണിയൻ ആവുന്ന സമയത്ത് നിങ്ങൾ എല്ലാം മറക്കുകയാണ്. അത്രയും ഒരു ലോയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നത്. നിങ്ങൾ പലതവണയും യൂണിവേഴ്സിനോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ലഭിച്ചതിൽ ആ വ്യക്തിയും അമിതമായി സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും സ്റ്റേബിൾ ആകില്ല, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഈ വ്യക്തി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ്. അതുപോലെ ഈ റിലേഷൻഷിപ്പും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നേ മാറിപ്പോകുമെന്ന് മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് പിന്നിലുള്ള ഒരു സീക്രട്ട് ആയിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത്. ആൻഡ് സീക്രട്ട്, യെസ്, നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ്, വളരെയധികം സങ്കടത്തോടെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വേദനകൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നിമിഷത്തിൽ ഇതെല്ലാം മറക്കാൻ കഴിയുന്നുണ്ടാവും. ഇത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ എത്ര പെയിൻ തന്നാലും നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുന്നു, അതെല്ലാം നിങ്ങൾ മറക്കുന്നു. നിങ്ങളുടെ പേഴ്സണും ആ ഒരു സിറ്റുവേഷനിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അവർക്ക് ഒരു സ്വാതന്ത്ര്യം, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളത് പോലെയാണ് ആ വ്യക്തി പെരുമാറുന്നത്. ഓക്കെ, അതെല്ലാം ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മറക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിന്റെ ആ ഒരു സീക്രട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ ബോണ്ടിങ് തന്നെയാണ്. ഓക്കെ, അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ സീക്രട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര തന്നെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിരുന്നാലും, എത്ര ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും, നിങ്ങൾ നേരിൽ കാണാണ്ടിരുന്നാൽ പോലും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഒരിക്കലും കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു കണക്ഷൻ. നിങ്ങൾക്ക് അത് ഒരു അതിശയകരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഈ വ്യക്തിയെ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചും ഓർക്കുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള മെമ്മറീസ് ഉണ്ടാവുന്നുണ്ടോ ആ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒത്തിരി സീക്രട്സ് ഉള്ള ഒരു വളരെ വളരെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് ഉള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഫ്യൂച്ചർ എനർജിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ. ആൻസേഴ്സ് അറൈവിങ്. നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. യൂണിവേഴ്സിനോട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ചോദ്യത്തിനെല്ലാം നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്ന ഒരു മൊമെന്റ് ആണിത്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും അങ്ങനെ ഈ വ്യക്തിയെ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളൊരു എനർജിയാണ് ഫ്യൂച്ചർ എനർജിയിൽ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ കഴിയുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ. ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു. നിങ്ങളിൽ നിന്നും എന്തോ ഒരു സത്യം ഈ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നു. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ പേരിലായിരിക്കും ആ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോയത്. ആ ഒരു കാര്യം നിങ്ങളെ ആ ഒരു ടൈമിൽ അറിയിക്കാതെ പോയതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ. അവരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്ന് പറയുകയാണ്. യു ആർ മൈ സ്ട്രെങ്ത്. ഓക്കെ. നിങ്ങളാണ് അവരുടെ ശക്തി എന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് എന്ന് അവർ പറയുകയാണ്. ആൻഡ് ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. ഒരിക്കലും നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ഓക്കെ. ആൻഡ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. അവരുടെ പ്രണയം എന്ന് പറയുന്നത് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയമാണ്. ഉപാധികളില്ലാത്ത പ്രണയം എന്നൊക്കെ പറയാം. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ സൂൺ. ഓക്കെ. അവർ ചെയ്തു പോയ തെറ്റിൽ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കാം. അവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കും എന്ന് അവർ ചിന്തിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു റിക്കൺസൈൽ. ഓക്കെ. അവർ നിങ്ങളുമായിട്ട് റിക്കൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ. ആൻഡ് ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് യു. അഗെയിൻ ആൻഡ് അഗെയിൻ അവർ പറയുന്നത് നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ പറയാണ്. ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. ഓക്കെ. അവർക്ക് നിങ്ങളൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതത്തിലെ എല്ലാം നിങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയാണ്. ഓക്കെ. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്.